സ്വാഗതം ചെയ്യാം. ഗൗരി കൃഷ്ണ, നമസ്കാരം. കല്യാണം വേർപിരിഞ്ഞു, ഡിവോഴ്സായി. ഗൗരി ഇട്ട പോസ്റ്റിന്റെ താഴെ തന്നെ ഒരുപാട് സെലിബ്രിറ്റികൾ മെസ്സേജ് ഇട്ട് ഞങ്ങൾക്കും അനുഭവം വന്നിട്ടുണ്ടെന്ന് അയച്ചിട്ടുണ്ട്. ശരിക്കും ആ സമയത്തൊക്കെ ഒരു സങ്കടമൊന്നും തോന്നിയിട്ടില്ല? ഒരുപാട് ഒരുപാട് നമ്മളെ പിടിച്ചുലയ്ക്കുന്ന രീതിയിലുള്ള പബ്ലിക് അറ്റാക്ക് വന്നിട്ടുള്ള ഒരാളാണ്. അതെന്തായിരുന്നു കാരണം? അന്ന് കുറ്റപ്പെടുത്തുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്ത ആളുകളോട് ഈ നിമിഷം എന്താണ് പറയുന്നത്? എനിക്കൊന്നുമില്ല, എനിക്ക് സഹതാപമാണ് ഒരു പരിധി വരെ. ഇനിയിപ്പം പ്രേക്ഷകരെല്ലാം ആഗ്രഹിക്കുന്ന, ഞങ്ങൾ ഒരുമിച്ച് ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ ഡയറക്ടറിനെ ഇനിയും വിളിക്കണം. ഡയറക്ടർ ഗൂഗിൾ ബ്രോ, നമസ്കാരം. ഇനി ഞങ്ങൾക്ക് അറിയേണ്ട കാര്യം, ഇങ്ങനൊന്നും ചതിക്കല്ലേ ഇതിൽ ഞങ്ങൾക്കെല്ലാം ഒരു കൺഫ്യൂഷൻ എന്തോ അറിയാമോ? അഭിനയിക്കുന്ന നായിക അല്ലെങ്കിൽ ഡയറക്ടർ, ഇത് തമ്മിൽ എങ്ങനെ ഒത്തുചേരുന്നത്? സാധാരണ എല്ലാ സെറ്റിലും ഡയറക്ടറും അഭിനയിക്കുന്നത് തമ്മിൽ അടിയല്ലേ? എങ്ങനെയാണോ ആദ്യം ഒരു ഫസ്റ്റ് ലവ് എന്ന് പറയുന്ന ഒരു ഇഷ്ടം തോന്നിയത്? എങ്ങനെയായിരുന്നു? ആദ്യം ഇഷ്ടമല്ലല്ലോ തോന്നി, ആദ്യം വെറുപ്പായിരുന്നു. പിന്നെ നമുക്ക് എപ്പോഴായാലും ബാക്കിയുള്ളവരുടെ വിഷമവും സങ്കടവും കണ്ടിരിക്കാൻ കുറച്ച് കൂടുതൽ കൗതുകമുള്ള ആൾക്കാരാണ് മലയാളികൾ എന്ന് ഒരു സംശയമില്ല കേട്ടോ. സാധാരണ ഞാൻ കുറെ കപ്പിൾസിനെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടെങ്കിലും എന്റെ ചേട്ടൻ സൂപ്പറാ, എന്റെ ഇത് സത്യസന്ധമായിട്ടൊക്കെ ഉള്ളതല്ലേ, ഉള്ളതുപോലെ പോലെ നമ്മളിപ്പോ ആരെ മറക്കല്ലേ. അതെ. ഈ ബന്ധങ്ങൾക്കാണോ വാല്യൂ, കഴിവിനാണോ വാല്യൂ? അതൊരു നല്ല ചോദ്യമാണ്, ഞങ്ങൾക്ക് ആലോചിച്ച് പറയേണ്ട ഒരു ചോദ്യമാണ്. ഞാനിപ്പോൾ രണ്ടും ചെയ്തിട്ടുണ്ട്, സിനിമയും ചെയ്തിട്ടുണ്ട്, സീരിയലും ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് ചെയ്തില്ല, ഞാൻ ഡയറക്ടർ ജിത്തു ജോസഫിന്റെ അസോസിയേറ്റ് ആയിരുന്നു. നമ്മുടെ ദൃശ്യം, മെമ്മറീസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജീം വർഗീസ്. സീരിയൽ ടൂയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്ക് സ്വാഗതം. ഇന്നിനോടൊപ്പമുള്ളത് സീരിയൽ ആർട്ടിസ്റ്റാണ്, അതിലുപരി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ആക്ട്രസ്സാണ്. സ്വാഗതം ചെയ്യാം. ഗൗരി കൃഷ്ണ, നമസ്കാരം. നമസ്കാരം. എന്തുകൊണ്ട് വിശേഷം? വലിയ വിശേഷങ്ങളൊന്നുമില്ല, ലൈഫ് ഗോയിങ് പീസ്ഫുള്ളി, സന്തോഷമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നു. പക്ഷേ ഗൗരി കൃഷ്ണയുടെ ഒരു ഫോട്ടോയോ ഗൗരി കൃഷ്ണ എന്നൊരു പേരോ വന്നാൽ അവിടെ എല്ലാം വരുന്നത് കല്യാണം വേർപിരിഞ്ഞു, ഡിവോഴ്സായി. ഇത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ എങ്ങനെ വേർപിരിയുന്നേ? എനിക്കത് അറിയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു അവർക്കൊരു മനസ്സുഖത്തിനപ്പുറം അവരുടെ ഒരു ലൈവ്ലിഹുഡായിട്ട് ഞാനത് കാണുന്നു. ഓക്കെ. ഇത് ടാർഗറ്റ് ചെയ്യുവാന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല, കാരണം എല്ലാവർക്കും ഉണ്ട്. ഞാൻ നോക്കിയിട്ട് കാരണം ഗൗരി ഇട്ട പോസ്റ്റിന്റെ താഴെ തന്നെ ഒരുപാട് സെലിബ്രിറ്റികൾ മെസ്സേജ് ഇട്ട് ഞങ്ങൾക്കും അനുഭവം വന്നിട്ടുണ്ടെന്ന് അയച്ചിട്ടുണ്ട്. ശരിക്കും ആ സമയത്തൊക്കെ ഒരു സങ്കടമൊന്നും തോന്നിയിട്ടില്ല? ഇല്ല, എനിക്ക് അങ്ങനെ സങ്കടം തോന്നുന്നില്ല. ചില സമയത്ത് എനിക്ക് ദേഷ്യം വരും, അല്ലാതെ ഒരിക്കലും. ഇപ്പൊ കല്യാണത്തിന്റെ സമയത്തൊക്കെ ഞാൻ ഒരുപാട് കോൺട്രവേഴ്സീസ് ഫേസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. എയറിലായിരുന്നു കുറെ നാള്. ഒരുപാട് ഒരുപാട് നമ്മളെ പിടിച്ചുലയ്ക്കുന്ന രീതിയിലുള്ള പബ്ലിക് അറ്റാക്ക് വന്നിട്ടുള്ള ഒരാളാണ്. അതെന്തായിരുന്നു കാരണം? അത് പറഞ്ഞ കൂടുതൽ ഞങ്ങളത് നോ ഗോൾഡ് വെഡിങ് ആയിരുന്നു. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നതാണ്. പിന്നെ എന്തിനായിരുന്നു ഏറ്റവും കൂടുതൽ ഞാനെന്തോ ലൈക്ക് നമ്മൾ മീഡിയാസ് ഇങ്ങനെ വരും എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. കല്യാണത്തിന് ഞാൻ അന്ന് പൗർണമി തിങ്കൾ ചെയ്ത് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. പക്ഷെ അപ്പോഴും ഞാൻ വിചാരിക്കുന്നില്ല എൻ്റെ വെഡിങ്ങിന് ഇത്രയും ഒരു മീഡിയ വരും എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഞാൻ അങ്ങനൊന്നും ചിന്തിച്ചില്ല. എന്നെ സംബന്ധിച്ച് ഞാനൊരു സാധാരണ ഒരു ഫാമിലിയിലെ ഒരു ഗേളാണ്. അപ്പൊ നമ്മളുടെ വെഡിങ് എപ്പോഴും നമ്മൾ മീഡിയ ഇവരൊന്നും ചിന്തയെ എനിക്ക് പോയില്ല. നമ്മളൊരു സാധാരണ നമ്മുടെ വേണ്ടപ്പെട്ടവരായിട്ടുള്ളൊരു കല്യാണം വീട്ടിലുള്ളവരുടെ അടുത്തൊക്കെ വിളിച്ച്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ 2 പെൺകുട്ടികളാണ്. അപ്പം മുന്നിൽ നിന്ന് നടത്തുന്നത് നമ്മൾ തന്നെയാണ്. എനിക്ക് എല്ലാ ഭാരങ്ങളും എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ തലയിടുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പം എല്ലാം നമ്മൾ ചെയ്ത് ശരിക്കും എന്നെ കല്യാണത്തിന് തലേ ദിവസം മെഹന്തി ആ ഡ്രസ്സിൽ തന്നെ ഞങ്ങൾ പോയി ബാക്കിയുള്ളവർക്ക് റൂംസ് അറേഞ്ച് ചെയ്തിട്ട് വന്ന ആൾക്കാരാണ് ഞാനും എൻ്റെ ചേച്ചിയും. അപ്പൊ അത്രയും ഇതിൽ നിന്ന് കഴിഞ്ഞിട്ട് അവിടെ വന്നപ്പോഴത്തേക്കും പെട്ടെന്നാണ് ഈ മീഡിയാസ് ഇങ്ങനെ വന്ന് ഞങ്ങൾ 2 പേരും മണ്ഡപത്തിൽ ഇരിക്കുന്നു, ഇങ്ങനെ ഫുൾ കവേർഡ് ആയിപ്പോയി. അതായത് ആ ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്ന ആർക്കും ഇത് കാണാൻ പറ്റുന്നില്ല. അപ്പം ഇപ്പം എന്നെയൊക്കെ ഇപ്പം നമ്മളെപ്പോലെ ന്യൂ ജനറേഷൻ ആയിട്ടുള്ള ആൾക്കാർ പോകുമ്പം ആ കല്യാണത്തിന് അവരെ കല്യാണം കണ്ടില്ല, അത് നമുക്കൊരു വിഷയമല്ല. പക്ഷെ പണ്ടുള്ള കുറച്ച് മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് കല്യാണം കാണണം, താലി കെട്ടുന്നത് കാണണം. അപ്പൊ അവിടെ ഭയങ്കര സംസാരങ്ങൾ എനിക്ക് തന്നെ കേൾക്കാൻ പറ്റും. ഇപ്പൊ കല്യാണത്തിന് ഇരിക്കുന്ന സമയത്തും ഞാൻ എപ്പോഴും അങ്ങനെയാ കൊച്ചിലെ മുതൽ എനിക്ക് ചുറ്റും നടക്കുന്നതിനെ കുറിച്ച് എപ്പോഴും ഒരു ബോധമുണ്ട് എനിക്ക്.
അങ്ങനെ ഒരു ഫാൻറ്റസി വേൾഡിൽ ഇരിക്കുന്ന ഒരാളല്ല. അപ്പോൾ കല്യാണത്തിൻ്റെ സമയത്ത് ഈ കുട്ടി ഇതാണോ ആലോചിച്ചുകൊണ്ടിരുന്നതെന്ന് ചോദിക്കണോ. അതായത് ഞാൻ ആ മീഡിയക്കാരോട് പറഞ്ഞു, അവിടെ ഇരുന്ന് എൻ്റെ കഷ്ടകാലത്തിന് ഞാൻ ആ മണ്ഡപത്തിൽ ഇരുന്നൊന്ന് പറഞ്ഞ് സംസാരിച്ചു പോയി. ഞാനിങ്ങനെ പറഞ്ഞു, നിങ്ങളൊന്ന് സൈഡിലോട്ട് നിൽക്കുമോ, അപ്പോൾ വന്നവർക്ക് കൂടി കാണാമല്ലോ എന്ന്. നോർമലി നമ്മളൊരു കാര്യം ചെയ്യുന്ന പോലെ ഞാൻ ചെയ്തതാണ്. പക്ഷേ ഭയങ്കര കോൺട്രവേഴ്സി ആയി. അതായത് കല്യാണത്തിൻ്റെ അന്ന് ഞാൻ മണ്ഡപത്തിൽ ഇരുന്ന് ആ പെൺകുട്ടി സംസാരിച്ചു, അവളുടെ ശബ്ദം പുറത്ത് വന്നു. ഇവർക്ക് കുട്ടിക്ക് കാരണവന്മാരൊന്നുമില്ല ഇത് പറയാൻ. അല്ല, അപ്പോഴും ഞാൻ ചോദിക്കുന്നത്, ആ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? നമുക്ക് മുന്നിലിരിക്കുന്നവരെ കാണാൻ പറ്റത്തില്ല, അവർക്ക് നമ്മളെയും കാണാൻ പറ്റത്തില്ല. അപ്പം മാറി നിൽക്കുക എന്ന് പറയുന്ന തെറ്റ് ഇവിടെ മണ്ഡപത്തിൽ ഇരുന്ന് പറഞ്ഞതാണോ തെറ്റായത്? അത് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല അവർക്ക് എന്താണ് പ്രശ്നം എന്ന്. എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഞാൻ സംസാരിച്ചു, അതായത് പിന്നെ കുറേ സ്ത്രീകളുടെ ഭാഗത്തു നിന്നുള്ള സംസാരമാണ് എനിക്ക് കൂടുതലും എനിക്ക് സർപ്രൈസിങ് ആയത്. വിഷമം ഞാൻ ഇപ്പോഴും മനസ്സിലായി. ഐ ഡോണ്ട് ടേക്ക് ഇറ്റ് ഇൻ ടു മൈ ഹാർട്ട്. പക്ഷേ എന്താണ്, ആ ഒരു മൊമെൻ്റ് എൻജോയ് ചെയ്യുന്നില്ലേ? കല്യാണം കഴിക്കുന്ന സമയത്ത് ഈ കുട്ടി ഇതൊക്കെ ശ്രദ്ധിച്ചോ? അപ്പോൾ ഞാൻ കല്യാണം കഴിക്കുന്ന നമ്മളെ ഫാൻറ്റസി വേൾഡിൽ ഇരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ടീനേജ് ഇതും അല്ല. ഞാൻ എൻ്റെ 29ാമത്തെ വയസ്സിലാണ് കല്യാണം കഴിച്ചത്. സോ നമ്മൾ രണ്ടുപേരും റെസ്പോൺസിബിലിറ്റി അങ്ങനെ എത്തിയ ആൾക്കാരാണ്. അപ്പോൾ ഈ പറയുന്നത് പോലെ ഐ എം ഗെറ്റിംഗ് മാരീഡ് എന്ന് പറഞ്ഞൊരു ഫാൻറ്റസി വേൾഡിൽ അല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് കണ്ട്. അത് പിന്നെ എൻ്റെ വീട്ടുകാരെന്ന് പറയുന്നത് അവരങ്ങനെ മീഡിയ ആയിട്ട് ബന്ധമുള്ള ആൾക്കാരല്ല. ഞാൻ പറഞ്ഞ ഒരു സാധാരണ കുടുംബമാണ് ഞങ്ങളുടെ. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും അത് നോക്കിക്കൊണ്ടിരുന്നെങ്കിൽ മീഡിയ വരുന്നു, അവരെ മാറ്റണം, അങ്ങനെയൊന്നും ചിന്തിക്കാൻ നമുക്ക് മുമ്പ് അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടില്ല. അപ്പോൾ അത് ഐ ആം ദ ഓൺലി പേഴ്സൺ ഹൂസ് ഫ്രം ദ മീഡിയ. അപ്പോൾ എനിക്കല്ലേ അവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അതിനെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്ത ആളുകളോട് ഈ നിമിഷം എന്താണ് പറയാനുള്ളത്? എനിക്കൊന്നുമില്ല. എനിക്ക് സഹതാപമാണ് ഒരു പരിധി വരെ. കാരണം ഇപ്പോഴും അവരെവിടെ നിൽക്കുവാന്ന്, ദിസ് ഇസ് 2025, അവരെവിടെ നിൽക്കുകയാണ്, ഇനി അവരെങ്ങനെ മുന്നോട്ട് ജീവിക്കും എന്നുള്ളത് എൻ്റെ ഒരു കൺസേൺ. ഈ കാലഘട്ടം മാറുന്നതനുസരിച്ച് ആളുകളുടെ ചിന്താഗതിക്ക് ഒരു വലിയ മാറ്റമില്ലല്ലേ? ഇല്ല. പുതിയ കുട്ടികൾ ഒരുപാട് മാറ്റമുണ്ട്, അതെനിക്ക് ഭയങ്കര ഹാപ്പി. പക്ഷെ എന്നാലും അത് തെറ്റാണെന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരോട്, കാരണം സ്ത്രീകൾക്ക് സംസാരിക്കാനോ ചിന്തിക്കാനോ കഴിവുണ്ടെങ്കിൽ അവർ അഹങ്കാരിയായി മുദ്ര കുത്തപ്പെടുന്ന ഒരവസ്ഥ. അതൊരു സ്ത്രീക്ക് വേണ്ടി തിരിഞ്ഞു നിന്നതും സംസാരിച്ചതും എല്ലാം സ്ത്രീകൾ തന്നെ ആയിരുന്നു കൂടുതലും. ഒരു നമ്മളിപ്പോൾ 100%, നമുക്ക് 10% എടുത്താൽ 90% സ്ത്രീകളാണ്. ഇനി ഞങ്ങൾക്ക് അറിയേണ്ടത്, കോട്ടയംകാരി അച്ചായത്തി ഗൗരി കൃഷ്ണ സീരിയലിലോട്ട് വരുന്നത് എങ്ങനെയായിരുന്നു? അച്ചായത്തി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു പരിധി വരെ അച്ചായത്തി സ്വഭാവമുണ്ട്. ബിക്കോസ് ഞാൻ വളർന്നതെല്ലാം കോട്ടയത്താണ്. അപ്പോൾ ആ ഒരു ട്രേറ്റ് എന്തായാലും നമ്മളുടെ രക്തത്തിലുണ്ട്. കുറച്ചും കൂടെ ബോൾഡാണ് കോട്ടയത്തെ പെൺകുട്ടികൾ ഞാൻ നോക്കിയിട്ട്, കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള സ്റ്റേറ്റുമായി. അല്ല, മീൻസ് ട്രിവാൻഡ്രത്തൊക്കെ വരുമ്പോൾ കുറച്ചും കൂടെ ഒരു ഒതുക്കമുള്ളവർ. അതും കോട്ടയം അച്ചായത്തിന്ന് എടുത്ത് പറയാൻ കാരണം ഈ മനസ്സിൽ വെച്ച് പുറമേ ചിരിക്കുന്ന സ്വഭാവമില്ല, പറയേണ്ടത് മുഖത്ത് നോക്കി പറയും. ഓക്കെ. അപ്പൊ ഇനി ഞങ്ങൾക്ക് അറിയേണ്ടത്, ഇപ്പം മനസ്സിലെ നിനക്ക് ഞാൻ തിരുന്നുണ്ടാ. അപ്പം എങ്ങനെയാണ് സീരിയലിലോട്ട് വരുന്നത്? സീരിയലിലേക്ക് വരുന്നത് ഫസ്റ്റ് സീരിയൽ മഴവിൽ മനോരമയിലെ അനിയത്തി എന്ന് പറഞ്ഞിട്ടൊരു സീരിയൽ. അത് ഞാൻ ഭയങ്കര ഇൻട്രോവേർഡ് ആയിട്ടുള്ളൊരു ഗേളായിരുന്നു. അങ്ങനെ ഭയങ്കര ഒരു ആക്റ്റീവായിട്ട് ഉള്ള ഒരാളല്ല. സ്കൂളിലും ഒന്നും ടീച്ചേഴ്സ് പോലും എൻ്റെ സിസ്റ്ററിനോട് ചോദിക്കായിരുന്നു, ഗൗരി വാ തുറക്കുമോ എന്ന് ചോദിക്കും. അങ്ങനത്തെ ഒരു കുട്ടിയായിരുന്നു. ഇങ്ങനൊന്നും തമാശക്ക് പോലും പറയല്ലേ. പക്ഷെ ഇപ്പം മാറിയ ഡ്രാസ്റ്റിക് ചേഞ്ച് ആയിരുന്നു. ഈ പഠിക്കുന്ന കാലഘട്ടം മുതൽ എനിക്ക് അഭിനയിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇല്ല. പിന്നെ എങ്ങനെയാണ് ഇതിലോട്ട് എത്തിച്ചേരുന്നത്? എനിക്ക് പഠിച്ച് അങ്ങനെയൊക്കെ. അപ്പോൾ ബിസിനസ് എനിക്ക് പണ്ടേ ഇഷ്ടമുള്ളൊരു മേഖലയായിരുന്നു. പക്ഷേ അച്ഛൻ്റെ ഒരു ഫ്രണ്ടാണ് ഈ സീരിയലൊക്കെ അനിയത്തിയൊക്കെ ചെയ്തിരുന്നത്. അപ്പം പെട്ടെന്ന് കിഷോർ സത്യ ചേട്ടൻ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ ഒരു പുതിയ കുട്ടിയെ നോക്കുന്നത്, അപ്പോൾ അവർക്കൊരു പുതിയ ഫേസ് വേണം, ഒന്ന് പോയി നോക്കാമെന്ന് വെച്ചാൽ. അപ്പോൾ എൻ്റെ ചേച്ചി ഭയങ്കര ആക്റ്റീവാണ്, ഷീ ഈസ് എ സിംഗർ. അപ്പോൾ സ്റ്റേറ്റിലെ കലാതിലകം അങ്ങനെയൊക്കെ ആളാണ്. അപ്പോൾ ആക്ച്വലി ചേച്ചിയുടെ ഫോട്ടോയും കൊടുത്തു, എൻ്റെ ഫോട്ടോയും കൊടുത്തു. അപ്പം ഞാനിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുക, ദൈവമേ അവിടെ പോകണോ, എനിക്കങ്ങനെ ആൾക്കാരുടെ മുമ്പിൽ സംസാരിക്കാനോ ഒന്നും എനിക്ക് പറ്റത്തില്ല. പക്ഷേ അവർക്ക് ഫേസ് ഇഷ്ടപ്പെട്ടത് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു, ഞാൻ കുറച്ചും കൂടെ കുഞ്ഞായിരുന്നു ആ സമയത്ത്. അങ്ങനെ അവർക്ക് വേണ്ട ക്യാരക്ടർ ആ ഫേസ് ആയിരുന്നു. അവർക്ക് വേണ്ട ഒരു ക്യാരക്ടർ. അപ്പോൾ എൻ്റെ അടുത്ത് ഓഡിഷന് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ കുറേയൊക്കെ പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല, എനിക്ക് പാടാൻ പറഞ്ഞ പോലെ സ്റ്റേജിൽ കയറി ഞാൻ പാടത്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ചെന്നു, അവരൊരു സീൻ തന്നു. ഫസ്റ്റ് തന്നതേ അച്ഛൻ മരിച്ചു പോയി എന്ന് അറിയുന്നൊരു സീൻ ചെയ്യാൻ പറഞ്ഞു. ഫസ്റ്റ് ഞാൻ ചെയ്തു.
വേറെ എനിക്ക് എങ്ങനെയാലും ചെയ്തിട്ട് പോകണം, അതാണ് എൻ്റെ മനസ്സിൽ. അവിടുന്ന് സെലക്ട് ആകണമെന്നോ അല്ലെങ്കിൽ അവിടുന്ന് മുന്നോട്ട് പോകണമെന്നൊന്നും ഇല്ല, പേടിയുണ്ട് മനസ്സിൽ, ഒന്നുമില്ല, അങ്ങനെ ഒരു തോട്ടം എനിക്ക് പോകുന്നില്ല. എങ്ങനെയാലും ആ ഒരു സിറ്റുവേഷന് എനിക്ക് പുറത്ത് പോകണം. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആരും ഒന്നും ഇങ്ങനെ പറയുന്നില്ല. അപ്പൊ ഞാൻ എല്ലാവരും ഇങ്ങനെ നോക്കാം, എനിക്കിങ്ങനെ മുഖം നോക്കിയാൽ അറിയാമല്ലോ, പക്ഷെ ഒരു റിയാക്ഷനും ആരുടെ മുഖത്തില്ല. പക്ഷെ പെട്ടെന്ന് റൈറ്റർ ഗണേശേട്ടൻ അവരുടെ 1 ലൈൻ, അവരുടെ പൂജ ചെയ്ത 1 ലൈൻ കൊണ്ട് തന്നിട്ട് പറഞ്ഞു, ഇത് നിന്റെ കയ്യിലിരിക്കട്ടെ, പഠിച്ചിട്ട് വാ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി, ഓക്കെ. അവിടെ നിന്നാണ് ഇപ്പൊ കഥയുടെ ആരംഭം. ഓക്കെ, പിന്നെ അവിടെ നിന്ന് മുന്നോട്ട് എങ്ങനെയായിരുന്നു? അവിടെ നിന്ന് പിന്നെ അത് അത്യാവശ്യം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. കുറെ പഠിക്കാൻ പറ്റി. അതിലൊക്കെ അങ്ങനെ ഭയങ്കര ഒരു പ്രകടനം കാഴ്ചവെക്കാനുള്ള കഴിവൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അതെനിക്കൊരു സ്കൂളായിരുന്നു. ഷൈചേട്ടനാണെങ്കിലും ഗണേശേട്ടനാണെങ്കിലും. പിന്നെ അത് കഴിഞ്ഞ് ഷൈചേട്ടൻ പറഞ്ഞു, GR കൃഷ്ണൻ എന്ന് പറഞ്ഞ ഡയറക്ടർ വന്നു. കൃഷ്ണേട്ടൻ കുറേ വഴക്കൊക്കെ എന്നെ അന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതെനിക്ക് ഭയങ്കരമായിട്ട് ആ സമയത്ത് ഇതായെങ്കിലും, പക്ഷെ പിന്നീട് ഒരു ആക്ടിങ് ഞാനൊരു കുറച്ച് നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു പോയിന്റ് എത്തുമ്പോൾ ഇത് സീരിയസ് ആവില്ല. അതുവരെ നമുക്ക് ചുമ്മാ പോകുന്നു, അഭിനയിക്കുന്നു, തിരിച്ചിരുന്നു. എടുത്തപ്പോൾ ഈ കൃഷ്ണേട്ടൻ പറഞ്ഞു തന്നതും അവർ പറഞ്ഞു തന്നതും ഒക്കെ എനിക്ക് പ്രാക്ടിക്കലി കൊണ്ടുവരാൻ ഓരോ പാഠങ്ങളായിരുന്നു അല്ലേ? അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണൊന്ന് റിയാക്ട് ചെയ്യേണ്ടതെന്നൊക്കെ പഠിച്ചു വന്നത്. പിന്നെ അത് കഴിഞ്ഞ് കൺമണി എന്ന് പറഞ്ഞൊരു ഏഷ്യാനെറ്റിൽ ചെയ്തു. പിന്നെ അവിടെ നിന്ന് എൻ്റെ 3ാമത്തെ സീരിയലിലോട്ടാണ് ഞാനിത് ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തു തുടങ്ങിയത്. നിലാവ് നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞ് അമൃത TV-യിലൊരു സീരിയൽ, കുറച്ചൊരു അവാർഡ് ടൈപ്പ്, ഒരു ക്ലാസിക്സ് ആണ് അത്. അവിടെ മുതൽ എനിക്കത് ഇതിനോടൊരു വല്ലാത്തൊരു, നമ്മളുടെ ബ്ലഡ് ആയി പോകത്തില്ലേ, ആ ഒരു അവസ്ഥയിലേക്ക് പോയി. ആ ചോര ഇന്നും നിൽക്കുന്നല്ലേ? ഉണ്ട്. ഞാൻ അതിൽ നിന്ന് മാറി പൗർണമി തിങ്കൾ കഴിഞ്ഞ് I took a break for ഇപ്പം 4 വർഷമായി. ഞാൻ PSC പഠിക്കാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് ജോലി വേണം എന്നുള്ളൊരു, നമുക്ക് സർവൈവൽ ഇസ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പം നമുക്ക് സീരിയൽ എന്നും ഉണ്ടാവില്ല. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഒരേ ഫീൽഡ്, അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിട്ട് I thought of getting a government job. പക്ഷെ അത് ഈ 4 വർഷമായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന എക്സാംസ് ഒക്കെ എഴുതുന്നുണ്ട്, ഒന്നും കിട്ടുന്നില്ല. ബട്ട് സ്റ്റിൽ എൻ്റെ ഇന്റർവ്യൂ കഴിയുന്നവരെല്ലാം രക്ഷപ്പെട്ട് പോയിട്ടേ ഉള്ളൂ. അതെല്ലാം ഉടനെ പെട്ടെന്ന് കിട്ടട്ടെ. ഓക്കെ. പക്ഷെ സ്റ്റിൽ ഇപ്പം ഐ മിസ് ആക്ടിങ്. അതിനുശേഷം എനിക്ക് അതിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് എത്രത്തോളം അത് എൻ്റെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത്. ഈ കണ്ണുള്ളപ്പം കണ്ണിൻ്റെ വില അറിയത്തില്ലെന്ന് പറയുന്ന പോലെ അല്ലേ? ഇനിയിപ്പം പ്രേക്ഷകരെല്ലാം ആഗ്രഹിക്കുന്ന, ഞങ്ങൾ ഒരുമിച്ച് ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ ഡയറക്ടറിനെ ഇനിയും വിളിക്കണം. സ്വാഗതം ചെയ്യാം അല്ലേ? പോര് ഡയറക്ടർ ഗൂഗിൾ ബ്രോ, നമസ്കാരം. നമസ്കാരം. ഒത്തിരി സന്തോഷം കേട്ടോ. അതെ. ഇനി ഞങ്ങൾക്ക് അറിയേണ്ട കാര്യം, ഇങ്ങനൊന്നും ചതിക്കല്ലേ, ഒരു സീരിയലിൽ തുടങ്ങി ഇതിൽ ഞങ്ങൾക്ക് എല്ലാം ഒരു കൺഫ്യൂഷൻ എന്തോ അറിയാമോ? അഭിനയിക്കുന്ന നായിക അല്ലെങ്കിൽ ഡയറക്ടർ, ഇത് തമ്മിൽ എങ്ങനെ ഒത്തുചേരുന്നത്? സാധാരണ എല്ലാ സെറ്റിലും ഡയറക്ടറും അഭിനയിക്കുന്നത് തമ്മിൽ അടിയല്ലേ? അതിന് മാറ്റമില്ല. അത് അപ്പോഴും അങ്ങനെ തന്നെ, ഇപ്പോഴും അങ്ങനെ തന്നെ. പ്രണയവിവാഹമായിരുന്നോ? പ്രണയം പ്ലസ് അറേഞ്ച്ഡ്. ഓക്കെ. എങ്ങനെയാണോ ആദ്യം ഒരു ഫസ്റ്റ് ലവ് എന്ന് പറയുന്ന ഒരു ഇഷ്ടം തോന്നിയത്? എങ്ങനെയായിരുന്നു? ആദ്യം ഇഷ്ടമല്ലല്ലോ തോന്നി, ആദ്യം വെറുപ്പായിരുന്നില്ലേ തോന്നി. ഇത് ക്യാപ്ഷനായിട്ട് വരും കേട്ടോ മിക്കവാറും. അയ്യോ, എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. ഓക്കെ. ആസ് എ ഡയറക്ടർ ഇങ്ങനാണോ? അല്ല, ആസ് എ ഡയറക്ടർ പെർഫെക്റ്റ് ആണ്. ഓക്കെ. ഭയങ്കര ദേഷ്യമായിരിക്കും. സാധാരണ ഞാൻ വർക്ക് ചെയ്ത ഡയറക്ടേഴ്സിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയ ഒരു ഡയറക്ടർ മനോഹരനാണ്. പക്ഷെ എല്ലാരും പറയുന്ന ഒരാളുണ്ട്, ആ ആളുടെ സീരിയൽ ഞാനൊരു 800 എപ്പിസോഡ്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ പേര് പറയത്തില്ല. പക്ഷെ അദ്ദേഹമായിട്ടൊരു ഞാൻ സിംഗർ, നോബഡി ക്യാൻ വർക്ക് വിത്ത് ഹിം എന്നാണ് പൊതുവെ ഇൻഡസ്ട്രിയിൽ ഒരു ടോക്ക്. പക്ഷെ മനോഹരനായിട്ട് എന്തോ എനിക്കറിയില്ല, ആദ്യം മുതലേ ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു. ഫസ്റ്റ് കമന്റ് വരും കേട്ടോ, ഇങ്ങനൊന്നും സത്യസന്ധമായിട്ട് സംസാരിക്കില്ലേ എന്ന്. സാധാരണ ഞാൻ കുറെ കപ്പിൾസിനെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടെങ്കിലും എൻ്റെ ചേട്ടൻ സൂപ്പറാ, എൻ്റെ ഇത് സത്യസന്ധമായിട്ട് കേട്ടോ നിങ്ങൾ പറയുന്നതല്ലേ, ഉള്ളതുപോലെ നമ്മളിപ്പോ ആരെ മറക്കുന്നത്. അതെ. കാരണം എനിക്ക് ഞങ്ങളുടെ കല്യാണം പറയാൻ ഞാൻ കന്നി ചേച്ചിയെ വിളിച്ചിരുന്നു. കന്നി ചേച്ചി വിളിച്ചപ്പോഴത്തേക്ക്, ആ മോളെ ഫൈനലി യു ആർ ഗെറ്റിംഗ് മാരീഡ്, ആരാണ്? അപ്പം ഞാൻ നമ്മുടെ പൗർണമിത്തിലെ മനോജ് സാറാണെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ രണ്ടുപേരും, കന്നി ചേച്ചി ഞാനും ആ സീരിയലിൽ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ ഈ റൂമിൽ വന്നിട്ട് മനോഹരനെ ചീത്ത വിളിക്കുന്നത് കാണുന്ന ഒരു വ്യക്തിയാണ് കന്നി ചേച്ചി. എനിക്ക് ഭയങ്കര ഇതായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് മനോജ് സാറോ, അവർക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. നിനക്ക് തെറ്റ് പറ്റിയതാണോ അല്ലേ? അറിയില്ല, എനിക്കെന്തോ അങ്ങനെ ഒട്ടും സിംഗല്ലായിരുന്നു. അല്ല, അത് അവരുടെ വ്യൂ പോയിന്റ് പറഞ്ഞതാ. അല്ല, അത് മനസ്സിലായി. പക്ഷെ കന്നി ചേച്ചിക്കൊന്നും ഒരിക്കലും എന്നെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അവര് കാണുന്ന ഗൗരിക്ക് മനോജിനെ കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു. ഇല്ല, പിന്നെ അവരത് മാറിയാണ് പിന്നെ ദേവി ചേച്ചി വന്നത്. ഈ ആരെങ്കിലും വേർതിരിക്കാൻ നോക്കിയിട്ടുണ്ടോ? എങ്ങനെ?
നിങ്ങളിപ്പോൾ റിലേഷൻ ആയതിനു ശേഷം ഇത് ശരിയാവത്തെ അങ്ങനൊന്നും ആരും ഞങ്ങൾ രണ്ടുപേരും ഇൻഡസ്ട്രിയിൽ ആർക്കും പിന്നെ അസൂയ കുശുമ്പ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ഉള്ളിലുള്ളതാണല്ലോ. അങ്ങനെ അവർക്ക് തോന്നിയിട്ടുണ്ടാവാം, പക്ഷെ അത് ഞങ്ങളെ അത് ബാധിച്ചിട്ടില്ല. ആസ് എ ഡയറക്ടർ ഇപ്പോൾ ഞങ്ങൾ പ്രേക്ഷകരാണെങ്കിൽ പോലും ചോദിക്കുക, ഒരുപാട് ആൾക്കാർക്ക് ഇന്ന് അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്, എനിക്ക് മുന്നോട്ട് വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എല്ലാം അവർ വരുന്നതിന് രണ്ട് ചിന്തകൾ കാണും. ചിലപ്പം ഫെയിമിനായിരിക്കും, ചിലപ്പം പൈസയ്ക്കായിരിക്കും. ശരിക്കും എത്തപ്പെടാം, നിലനിൽക്കാൻ പാടാണോ ഫീൽഡിൽ? രണ്ട് ഫാക്ടറുണ്ട്. ഒന്ന്, പാഷനായിട്ട് വരുന്ന ആൾക്കാരുണ്ട്. എനിക്കിത് ലൈഫാണ്, എനിക്കിത് ഭയങ്കര പാഷനാണ്, വേറെ ഏത് ജോലി ചെയ്താലും ഞങ്ങൾക്ക് അതിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല, ഈ ആക്ടിങ് അല്ലെങ്കിൽ ഇതുപോലെ പെർഫോം ചെയ്താലേ എനിക്ക് ഞാൻ ചെയ്യുന്ന ജോലിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാരുണ്ട്. അവരുടെ ഹാർഡ് വർക്ക് കൊണ്ട് ഒരു 95% അവരുടെ ഹാർഡ് വർക്ക് കൊണ്ട് അവർ അറ്റൈൻ ചെയ്ത് ഫ്യൂച്ചർ ഗെയിൻ ചെയ്ത് പോകുന്നവർ തന്നെയാണ്. പിന്നെ ഒരു ലക്കെന്ന് പറയും, ശരി തന്നെയാണ്, ഒരു 10% ലക്കുണ്ട്. എന്നിരുന്നാലും നമ്മൾ അതിന് മേളിൽ ഹാർഡ് വർക്ക് ചെയ്തിരുന്നു കഴിഞ്ഞാൽ നമുക്കത് അറ്റൈൻ ചെയ്യാൻ പറ്റും. എങ്ങനെയാലും നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും. ഈ ബന്ധങ്ങൾക്കാണോ വാല്യൂ, കഴിവിനാണോ വാല്യൂ? അതൊരു നല്ല ചോദ്യമാണ്. ഞങ്ങൾക്ക് ആലോചിച്ച് പറയേണ്ട ഒരു ചോദ്യമാണ്. നമുക്ക് അത് രണ്ടും വാല്യൂ ഉള്ളതാണ്. ഒന്നിനെ ബേസ് ചെയ്തിരിക്കും. എന്ന് വെച്ചാൽ നമുക്ക് ഈ പറയുന്ന പോലെ എത്ര തന്നെ കഴിവുണ്ടായിരുന്നെങ്കിലും നമുക്ക് നേരത്തെ പറഞ്ഞ പാഷൻ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ വിചാരിച്ച ആ ലെവലിലേക്ക് എത്തിപ്പെടണമെന്നില്ല. അവിടെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്, നമുക്കൊരു ബാക്കപ്പായിട്ട് നിൽക്കുന്നതും ബന്ധങ്ങളാണ്. ഇപ്പോൾ അത്രയേറെ ബന്ധങ്ങളും ആ ആളുമായിട്ടുള്ള അത്രയേറെ കോണ്ടാക്ട്സും അത്രയും ടച്ചപ്പിൽ നിന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ റേഞ്ചിൽ എത്തിപ്പെടാൻ പറ്റുള്ളൂ. അല്ലാതെ കഴിവുള്ള ഒത്തിരി ആൾക്കാരുണ്ട്, കോണ്ടാക്ട്സ് ഇല്ലാതെയും ഹോൾഡ് ഇല്ലാതെയും ഈ പറഞ്ഞ പോലെ ബന്ധമില്ലാതെയും അത്രത്തോളം അങ്ങ് അച്ചീവ് ചെയ്യാൻ പറ്റാതെ ഇപ്പോഴും ഒരു മിഡിൽ ലെവലിൽ നിൽക്കുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട്. തീർച്ചയായിട്ടും കുറേ കലാകാരന്മാർ തന്നെ പുറത്തുണ്ട്. അവർക്ക് ഈ പറഞ്ഞ പോലെ ഹോൾഡും ബന്ധങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ മേളിലോട്ട് കയറി പോകാൻ പറ്റുള്ളൂ. അവർ രണ്ടും വേണമെന്നുള്ളതാണ്. എത്രോളം സീരിയൽ ഇപ്പം ചെയ്തു? ഇപ്പോൾ ഏകദേശം ഒരു 12-13ഓളം സീരിയൽ ചെയ്തിട്ടുണ്ട്. ഈ 13 സീരിയൽ ചെയ്യുമ്പോഴും കിട്ടിയൊരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഞാനിപ്പോൾ ചെയ്യുന്ന സീരിയലാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇനി അടുത്തൊരു സീരിയൽ ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ പോലും, നമ്മൾ ആദ്യം ചെയ്ത അത്രയും എഫേർട്ട്, നമ്മൾ അത്രയും അതിനകത്ത് എടുത്തിട്ടുള്ള ഇൻവോൾവ്മെൻ്റ് എല്ലാം തന്നെ ഈ വരുന്ന സീരിയലിനെ എടുക്കും. നമ്മൾ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയി അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും അറിയാം, അപ്പം പിന്നെ ഇതിങ്ങനെയല്ലേ വരുള്ളൂ എന്നുള്ള ചിന്തയിൽ നമ്മൾ ഒരിക്കലും അതിനെ നമ്മൾ തഴഞ്ഞു വിടത്തില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് പാഷൻ എന്ന് കണക്കൂട്ടി വന്ന ആളാണ് ഞാൻ. അപ്പം ഞാൻ ഇതിൽ നിന്ന് പോകേണ്ട ആളാണ്. അപ്പം ഫസ്റ്റ് എൻ്റെ ആദ്യത്തെ വർക്ക്, അതായത് ഒരു 22-23 വർഷം മുമ്പ് എൻ്റെ ഫസ്റ്റ് വർക്കിന് ഞാൻ എങ്ങനെ ഒരു എഫേർട്ട് എടുത്ത് ഞാൻ അതിലേക്ക് ഇറങ്ങി ചെന്നു, ആ എഫേർട്ട് തന്നെയായിരിക്കും ഇനിയൊരു വർക്ക് വന്നാലും ഞാൻ എടുക്കുന്നത്. ഒരു പക്ഷേ ഇങ്ങനെയൊന്നും ചിന്തിക്കത്തില്ലായിരുന്നോ? ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങി, ഒരു സംവിധായകനായി മാറി, ഇനിയും എനിക്കൊന്ന് ലാഗായിട്ട് നിന്നാലും എൻ്റെ ലേബലിലൊന്നും കുറവ് വരത്തില്ലെന്നൊരു ചിന്ത വരത്തില്ലായിരുന്നു? ഒരിക്കലും അങ്ങനെ വരത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഒത്തിരി കോമ്പറ്റീഷൻ ഉള്ളതാണ്. പിന്നെ നമ്മൾ എത്രത്തോളം അഡ്വാൻസ്ഡ് ആവുന്നോ, നമ്മൾ ഇത്രയും ചെയ്തെങ്കിൽ പോലും നാളെ എന്ന് പറയുന്ന ഒരു പുതിയ ദിവസം തുടങ്ങുമ്പോൾ നാളെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. വേറെ പല കാര്യങ്ങളും നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ ഒത്തിരി ഉണ്ട്. അപ്പം നമ്മൾ ഓരോ ദിവസവും അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കണമെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കണം, ഇനിയും കാര്യങ്ങൾ അറിയാനായിട്ടുണ്ട്. അല്ല ഞാൻ അറിഞ്ഞത് തന്നെയാണ് ലോകം, ഇതിന് മേൽ ഇനിയൊന്നും വരാനില്ല, അല്ലെങ്കിൽ എത്ര വന്നാലും ഇതിനെയൊക്കെ തട്ടിപ്പെട്ട് തന്നെ നിൽക്കും എന്നുള്ളൊരു ചിന്താഗതി അല്ല. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അണ്ടർറേറ്റഡ് ആവേ ഉള്ളൂ. നമ്മൾ കാലം പോകുന്നതിനനുസരിച്ച് നമ്മൾ അഡ്വാൻസ് ആവണം, അതിനനുസരിച്ച് നമ്മളും പഠിച്ചുകൊണ്ടേ ഇരിക്കണം. ഈ അപ്ഡേഷൻ വലിയൊരു ഘടകമാണോ? തീർച്ചയായിട്ടും. നമ്മൾ ജനറേഷൻ മാറുന്നതിനനുസരിച്ച് നമ്മളും അപ്ഡേഷൻ ആയിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ബാക്ക് ഗ്രേഡിലേക്ക് പൊയ്ക്കൊണ്ടേയിരിക്കും. അങ്ങനെ പ്രണയിക്കുന്നു, വിവാഹം കഴിക്കുന്നു, ഇപ്പോഴും പ്രണയിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരുപാട് ആൾക്കാർ പ്രണയിക്കുന്നു, ചതിക്കുന്നു, ഒരു ടൈം പാസ് പോലെ കാണുന്നു. പ്രണയമാണോ വിവാഹ ജീവിതം? ഒരിക്കലുമല്ല. കാരണം തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് ഏറ്റവും വലിയൊരു ഫാക്ടർ. പ്രണയം ഉണ്ട്, ശരി തന്നെയാണ്. ഇപ്പം അകന്നിരിക്കുന്നവർ പ്രണയിക്കുന്നില്ലേ? ഇപ്പോൾ രണ്ടുപേരും സെപ്പറേറ്റഡ് ആയി പോയ പല ആൾക്കാരും ഉണ്ട്, വേറെ ജീവിതത്തിലേക്ക് കാലുവെച്ചവരും ഉണ്ട്. പക്ഷേ അവർക്ക് പഴയ ആൾക്കാരുമായിട്ട് പ്രണയം ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. അകന്നാലും പ്രണയിക്കാം, അടുത്തിരുന്നാലും പ്രണയിക്കാം. പക്ഷേ ഒരുമിച്ച് പോകണമെങ്കിൽ അവർ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കും. ഇതുപോലെ തന്നെ നമ്മൾ മുന്നോട്ട് ഇനി യാത്ര ചെയ്യുന്ന സമയത്ത് പൈസയ്ക്കൊരു വാല്യൂ തന്നെ ഉണ്ടല്ലേ? ഇപ്പം എല്ലാവരും പറയും പൈസ സെക്കൻഡറി ആണ്, പൈസയ്ക്ക് പൈസ തന്നെ വേണം ഇപ്പോഴും. തീർച്ചയായിട്ടും. അപ്പം രണ്ടുപേരും ഒരേ ഫീൽഡാണ്. ഓക്കെ, അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? വരും. ലൈഫ് ആകുമ്പം എല്ലാവർക്കും വരും, നമുക്ക് മാത്രമൊന്നല്ല, എല്ലാവർക്കും വരും. ഈ ചോദിക്കുന്ന താങ്കൾക്ക് എനിക്ക് അതേ ഉള്ളൂ. ഇപ്പം കറന്റ് ഞാൻ വർക്കിംഗ് അല്ല. അപ്പം ഈ
പറഞ്ഞതുപോലെ ഫിനാൻഷ്യലി ഞാനിപ്പം അഭിനയിച്ചുകൊണ്ടിരുന്നപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഫിനാൻഷ്യൽ ഇതുണ്ട്, അതൊക്കെ എൻ്റെ കയ്യിൽ. നമ്മളെല്ലാവരും കേട്ടൊരു വാചകമാണ് നത്തിങ് ഈസ് പെർമനന്റ്. എത്ര ഫെയിം ആണെങ്കിലും എത്ര വലിയ പൊസിഷനിൽ എത്തിയാലും ഒരു കുന്നുപോലെ ജീവിതം, ഒരു കയറ്റം കൊണ്ട് ഒരു ഇറക്കമുണ്ട് അല്ലേ? അതിനെന്താ പറയാനുള്ളത്? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മളതിനെ. ഇപ്പം ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ കുറേ പേരെ കണ്ടിട്ടുണ്ട്. നമ്മൾ ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു 10 years ആണ് ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ നിന്നത്. ഓക്കെ. പക്ഷേ അതാണ് ഈ ലൈഫ് എന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. എനിക്ക് ആക്ടിങ് ഇഷ്ടമാണ്, അതിനപ്പുറത്തോട്ട് ഞാൻ അതുകൊണ്ട് ഞാൻ എന്തോ ഒരു ഇതായി എന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. മനസ്സിലായോ? അങ്ങനെ തോന്നുന്നിടത്താണ് ഇപ്പൊ എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻ ഇല്ലേ, നത്തിങ് ഈസ് പെർമനന്റ്. നത്തിങ് ഈസ് പെർമനന്റ്. അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടെങ്കിൽ ഈ പറഞ്ഞൊരു ചിന്ത വരത്തില്ല. പക്ഷെ നോർമലി ഇപ്പോഴത്തെ പിള്ളേർക്ക് ഉള്ള ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ദേ ഹാവ് അറ്റൈൻഡ് സംതിങ് ഇൻ ലൈഫ് എന്ന് തോന്നും. പക്ഷെ ഞാനെല്ലാം തികഞ്ഞവനാണ്, എനിക്കെല്ലാമായി. അത് എനിക്ക് പൊതുവേ ഇൻഡസ്ട്രിയിൽ ഞാൻ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഈ ഇൻഡസ്ട്രിയാണ് ഒട്ടും സ്റ്റേബിൾ അല്ലാത്തൊരു. അത് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ഡയറക്ടറിനായിരിക്കും അല്ലേ? കാരണം ഒരുപാട് മുഖങ്ങൾ കാലക്രമേണ കണ്ടു വരുന്ന വ്യക്തി എന്ന നിലയിൽ ഒരുപാട് പേര് ഷോ കളിച്ച് പോയിട്ടുള്ളവർ കാണും, തീർച്ചയായിട്ടും. ഒരുപാട് പേര് സ്നേഹത്തോടെ നിന്നവരും കാണും. ഈ ഷോ കളിക്കാനൊക്കെ മുന്നിൽ വരുന്ന സമയത്തും ഉള്ളിൻ്റെ ഉള്ളിൽ ചിരിയായിരുന്നു, നീ എവിടം വരെ പോകുന്ന എനിക്കറിയാവടാ. നമ്മൾ അങ്ങനെ ഒരു വൈരാഗ്യം വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഇതൊന്നുമില്ല, അത് അവരുടെ ക്യാരക്ടറാണ്, അവരുടെ ആറ്റിറ്റ്യൂഡാണ്. ഇപ്പം നമ്മളിപ്പം ഈ സ്ഥലം വിട്ട് വേറൊരു സ്ഥലത്ത് ചെല്ലുന്നതെന്ന് വയ്ക്കുക, അവിടുത്തെ ബിഹേവിയർ അനുസരിച്ചിട്ടും അവിടെ പെർഫോം ചെയ്യേണ്ട ആറ്റിറ്റ്യൂഡ് അനുസരിച്ചും കുറേ ആൾക്കാരുണ്ടാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, അവരെ മൊത്തത്തിൽ അങ്ങ് മാറ്റുക എന്നുള്ളത് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മൾ എന്താണെന്നുള്ളത് നമുക്ക് നമ്മുടെ ഉള്ളിൽ നമുക്കറിയാം. നമ്മൾ എങ്ങനെയാണ്, നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യും, നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യും. ഇപ്പോൾ ഈവൻ അവർ ഷോ കാണിക്കുന്നത് അവരുടെ ക്യാരക്ടറിൻ്റെ ഭാഗമാണ്, അവർ കാണിക്കട്ടെ. അല്ലാതെ അത് കാണിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അതിനെ മറുത്തിട്ട് ഇങ്ങനെ ചെയ്യും എന്ന് പറയുമ്പോൾ അവർ കാണിച്ചതിൻ്റെ മറ്റൊരു ആംഗിളാണ് നമ്മൾ അവിടെ കാണിക്കുന്നത്. പിന്നെ നമ്മൾ അവർ തമ്മിൽ വലിയ വ്യത്യാസം ഇല്ല. നമ്മളെന്താണ്, നമുക്കിതറിയാം. ഓക്കെ, അവരത് ചെയ്യുന്നു, അത് അവരുടെ ആറ്റിറ്റ്യൂഡ്. അത് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിച്ചോളാം. നമ്മളിതാണ്, നമുക്ക് ഇത്രയേ ചെയ്യാൻ പറ്റുള്ളൂ, നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ട്, അതിൽ നമ്മൾ ബിലീവ് ചെയ്ത് പോവുക. ഈ ചോദിക്കാൻ പാടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, എന്നാലും ഞാൻ ചോദിക്കുകയാണ്. സീരിയലിനെ സംബന്ധിച്ച് ക്ലീശയായി പോയി, അല്ലെ കാലക്രമേണ മാറ്റങ്ങൾ വരുന്നില്ല. അടുക്കളയിലാണെങ്കിൽ പോലും സ്ഥിരം സാരി കൊടുക്കുന്നു, എന്നും സെന്റിമെന്റിൽ, എന്നും കരച്ചിൽ. ഇതിനൊരു മാറ്റം വരണമെന്ന് ആസ് എ ഡയറക്ടറിന് തോന്നിയിട്ടുണ്ടോ, അല്ലെ ആക്ട്രസിന് തോന്നിയിട്ടുണ്ടോ? മാറ്റം വരണം, അതോ സീരിയലിന്റെ പാറ്റേൺ അങ്ങനെയാണോ? അതാണ് ഒരു മെയിൻ ഫാക്ടർ. ഓക്കെ. ഈ സീരിയൽ കാണുന്നതിൻ്റെ ഒരു 80% വ്യൂവർഷിപ്പ് എന്ന് പറയുന്നത് ആ ഗ്രേഡിലുള്ള ആൾക്കാരാണ്. ഇപ്പം നമ്മളെപ്പോലെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സീരിയൽ ഇപ്പോൾ വൈകുന്നേരം ചെന്നിരുന്നിട്ട് സീരിയൽ കാണത്തില്ല. നമ്മൾ വെബ് സീരീസ് ആയിരിക്കും കാണുന്നത്, അല്ലെങ്കിൽ യൂട്യൂബ് ആയിരിക്കും കാണുന്നത്, അതുപോലെയുള്ള സംഭവങ്ങളായിരിക്കും കാണുന്നത്. നേരെ മറിച്ചിട്ട് അത് സീരിയലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ആ ഏജിലുള്ളവരും അതിനെ അബ്സോർബ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവരും, അവർക്ക് അതാണ് ആവശ്യം. അവിടെ ഇപ്പം നമ്മുടെ മോഡേൺ ടെക്നോളജി ഉപയോഗിച്ച് ഭയങ്കര പുതിയ കണ്ടൻറ്റ്, പുതിയ ത്രെഡ് അതെല്ലാം കൊണ്ട് ലോഞ്ച് ചെയ്താലും നമ്മളവിടെ വിൻ ചെയ്യണമെന്നില്ല. അവർ കണ്ട് പരിശീലിച്ചതും അവർക്ക് വേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അത് അവർക്ക് കിട്ടണം. അത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതും സീരിയലിലൂടെ മാത്രമേ കൊടുക്കാൻ പറ്റൂ. ഒരു മൂവിയിലൂടെ നമുക്കത് കൊടുക്കാൻ പറ്റില്ല, ഒരു വെബ് സീരീസിലൂടെ നമുക്കത് കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ആസ്പെക്റ്റ് ഉള്ളവർക്ക് സീരിയൽ തന്നെയാണ് അവർ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമുക്ക് ആ ടേസ്റ്റിനനുസരിച്ചുള്ള സാധനം കൊടുത്തെങ്കിൽ മാത്രമേ സീരിയലിൽ നിന്ന് പോവുള്ളൂ. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും അതിന് ഡിപ്പെൻഡബിൾ ആവും. നമ്മൾ അങ്ങനെ ചെയ്ത് അത് പെർഫോം ചെയ്ത് അത്രയ്ക്കും മതി, ആ ലെവലിൽ നമുക്ക് കൊടുത്താൽ മതി. ഇനി അതിനൊരു പുതുമ സൃഷ്ടിക്കാൻ പോയാൽ അതൊരു എക്സ്പീരിയൻസ് ആണ്. അത് വിൻ ചെയ്യോ ഇല്ല എന്നുള്ളത് നമുക്ക് ഞാൻമേ കളിയാണ്, ഗ്യാരണ്ടി ഇല്ലാത്തൊരു കളിയാണ്. അത് കാരണം സേഫ് സോൺ ഏതാണ്, അവർ ആഗ്രഹിക്കുന്നത് എന്താണ്, ആവശ്യപ്പെടുന്നത് എന്താണ്, അത് കൊടുക്കുക, നിലനിൽക്കുക, സ്റ്റേബിളാണ്. അങ്ങനെ എന്തൊക്കെയോ പറയാനുണ്ട്. ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. ഞാൻ മൂന്നാമത് ചെയ്തൊരു സീരിയലുണ്ട്, നിലാവ് നക്ഷത്രങ്ങൾ, അത് അമൃതയിൽ വന്നൊരു സീരിയലാണ്. റേറ്റിംഗ് എന്ന് പറയുന്നത് അതിന്റെ ചരിത്രത്തിലേ ഇല്ല, റേറ്റിംഗ് ചാർട്ടിൽ പോലും കയറിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അതും പിന്നെ PF മാത്യൂസ് സാറിന്റെ ഒരു സബ്ജക്ട് ഞാൻ ചെയ്തിട്ടുണ്ട്, അത് ഡിസംബറിലെ ആകാശം. ഇത് രണ്ടും ഹൈ ക്ലാസിക്സ് ആണ്. ഈ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ അടുക്കളയിലാണെങ്കിൽ ഒരുങ്ങിയുള്ളതോ ഒന്നുമില്ല. ഡ്രസ്സുകൾ റിപ്പീറ്റ് ചെയ്യണം എന്ന് എന്നോട് പറഞ്ഞ ആൾക്കാരാണ്. ഡ്രസ്സുകൾ റിപ്പീറ്റ് ചെയ്യണം, മേക്കപ്പ് ഇല്ല, ഭയങ്കര അതൊക്കെയാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ് ഓഫ് ആക്ടിങ് ഒക്കെ. അതാണ് നമ്മൾ എന്താണോ ആ സീനിന് വേണം. പക്ഷെ ഇന്നും എത്ര പേർക്ക് ആ സീനിൽ അറിയാം? സത്യം ആർക്കും അറിയില്ല, എനിക്ക് മാത്രമേ അറിയുള്ളൂ. അതാണ് ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. അത് പക്ഷേ നമുക്കിപ്പോൾ അതിന് ഒരുപാട് അവാർഡ്സ് കിട്ടി, സ്റ്റേറ്റ് അവാർഡ്സ് ഒക്കെ കിട്ടിയ സീരിയൽസ് ആണ് അത്, എനിക്കടക്കം. പക്ഷെ അത് ആർക്കും അറിയത്തില്ല. സക്സസ്ഫുൾ ആരാണെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഞാൻ പറയും ചന്ദനമഴ,
അങ്ങനെ പൗർണമി തിങ്കൾ അത്രയും ഇല്ലായിരുന്നു. പക്ഷെ പൗർണമി തിങ്കൾ പോലെ ഞാൻ മിനിമൽ മേക്കപ്പേ നിന്നിട്ടുള്ളൂ. പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. പക്ഷെ എന്നാലും പൗർണമി തിങ്കൾ ബാക്കിയുള്ള സീരിയൽസ് വെച്ച് ചെയ്യുമ്പോൾ അത്രയും സക്സസ്ഫുൾ അല്ല. എന്നാൽ പിടിച്ചു നിന്നു ഡിഫറെന്റ്. കാരണം അവിടെ അമ്മായിയമ്മ മരുമോൾ പോരില്ല, മേക്കപ്പ് ആഡംബരങ്ങളൊന്നുമില്ല. ഞാൻ വിത്തൗട്ട് മേക്കപ്പ് ആണ് അതിൽ നിന്നിട്ടുള്ളത്. പക്ഷെ എന്നാലും പിടിച്ചു നിന്നു ബാക്കിയുള്ള സീരിയൽസിൻ്റെ കൂടെ. അത് എന്തുകൊണ്ടാണെന്നുള്ളത് പക്ഷെ എനിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു കൂട്ടമുണ്ട്. പക്ഷേ സീരിയലിൽ അത് എത്രത്തോളം നമുക്ക് ഈ പറഞ്ഞ റിസ്ക് ഫാക്ടർ അവർക്ക് എപ്പോഴും ഈ പറഞ്ഞതുപോലെ ഇതുപോലുള്ള കാര്യങ്ങൾ. പിന്നെ നമുക്ക് എപ്പോഴും ബാക്കിയുള്ളവരുടെ വിഷമവും സങ്കടവും കണ്ടിരിക്കാൻ കുറച്ച് കൂടുതൽ കൗതുകമുള്ള ആൾക്കാരാണ് മലയാളികൾ എന്ന് ഒരു ഫാക്ടർ. മറ്റുള്ളവർ വിഷമിക്കുന്നു, അവർ കരയുന്നു, അവർ സങ്കടപ്പെടുന്നു. നേരെ മറിച്ച് അതിൻ്റെ അപ്പുറത്തെ ചാനലിൽ ഒരു കോമഡി അല്ലെങ്കിൽ കോമഡി ഷോ, ഒരു കോമഡി പ്രോഗ്രാം ഓടുന്നുണ്ടായിരിക്കും. ഇവളിവിടെ കരഞ്ഞത് എന്തിനായിരിക്കും? ഇവര് സ്വയം ആസ്വദിക്കുന്നത് ചിരിയാണെങ്കിലും ഒന്നും വേണ്ട. ഉള്ളിൻ്റെ ഉള്ളിൽ ഗൗരി ഇരുന്ന് കരഞ്ഞാൽ തന്നെ രണ്ടാവന്മാരിട്ട് കൊച്ചിനെ കരയിപ്പിക്കുക. നമ്മള് കരഞ്ഞാലോ എന്തിന്റെ ആവശ്യമാ ഇവിടെ വന്നിരുന്ന് കരയേണ്ട കാര്യം ചിന്തിക്കും. ഞാൻ എപ്പോഴും ചിരിക്കും, ഭയങ്കരമായിട്ട് പൊട്ടി ചിരിക്കുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ക്രിറ്റിസിസം കേട്ടിട്ടുള്ളത് ചിരിക്കുന്നതിനോ? ഞാൻ ചിരിക്കുന്നതിന് കണ്ടില്ലേ കമന്റ്സില് ഇപ്പോൾ എന്തൊരു ചിരിയാ. എടാ എന്റെ പല്ല്, എന്റെ ചുണ്ട്, എന്റെ മോന്ത, എനിക്ക് ചിരിക്കാൻ പറ്റത്തില്ല. എനിക്ക് അതാണ്. പിന്നെ ഞാൻ ഒരു ദിവസം മാത്രം ഞാൻ വ്ലോഗിൽ തന്നെ ഞാൻ അവരോട് ചോദിച്ചു, സാധാരണ ഒരാൾക്ക് നിങ്ങൾക്ക് ഒരാൾ ചിരിക്കുന്നത് കാണുമ്പോൾ അത്രയ്ക്ക് പറ്റുന്നില്ല. എനിക്ക് അവരുടെ മെന്റാലിറ്റി എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷമാകുമോ എന്ന് ഞാൻ ചോദിച്ചു. എൻ്റെ ചിരി, ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ക്രിറ്റിസിസം കേട്ടിട്ടുള്ളത് എൻ്റെ ചിരി. ഇതും ഈ കാലഘട്ടത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം, ഒന്ന് നോക്കിയാൽ പോലും ചിരിക്കാത്ത ആളുകളെ എനിക്കറിയാം. അതെ അതെ, ശരിക്കും ഞാൻ ഇന്നും വിശ്വസിക്കുന്ന ഒരു കാര്യം, നമ്മളിപ്പോൾ ഒരു ട്രെയിൻ യാത്ര ചെയ്താലും പല ടെൻഷനിൽ മരണത്തിൽ ഫേസ് ചെയ്ത് പോകുന്ന ആളുകളാണ്. ഓക്കെ, അവിടൊക്കെ ഒരു ടെൻഷനായിട്ട് പോകുന്ന ഒരു വ്യക്തിയെ ഒന്ന് ചുമ്മാ ചിരിച്ചാൽ അവന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം. എന്നാൽ അതിനൊരു എക്സ്പെൻസും ഇല്ലാതെ നമുക്ക് ഒരാളെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഘടകമാണ് അത്, ഒരു ചിരി എന്ന് പറഞ്ഞാൽ. ഒരാളെ മുഖത്തോക്കി ഒന്ന് ചിരിക്കുക എന്നുള്ളത് അത് വിടല്ലേ കേട്ടോ, നിർത്തല്ലേ, ചിരിച്ചോണ്ടിരുന്നോ. ഞാൻ ഈ പറഞ്ഞതുപോലെ ഞാനാണെങ്കിൽ ഇപ്പൊ ട്രെയിനിൽ ഇപ്പൊ ഞങ്ങള് ലോങ് ട്രിപ്സ് ഒക്കെ പോകുന്ന മിക്കവാറും ട്രെയിനിലായിരിക്കും. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണ്. അപ്പൊ എനിക്കാണെങ്കിൽ എല്ലാരെയും നോക്കി ചിരി ഉള്ളതാ. എനിക്ക് ചുമ്മാ ഒരു എത്ര കിട്ടിയാലും ഞാൻ വീണ്ടും ചിരിക്കും. പക്ഷെ ഇവരാരും ഒരു 10 പേരെ ഞാൻ നോക്കി ചിരിച്ചാൽ അതിൽ ഒരാളായിരിക്കും എനിക്ക് തിരിച്ചൊരു സ്മൈൽ. എനിക്ക് ഇതിന്റെ അപ്പുറം വന്നിട്ടുണ്ടെന്ന് അപ്പൊ ഞാൻ തീരുമാനം എടുക്കും, ഇനിയും ചിരിക്കുന്നില്ല, തന്നെ ഇതങ്ങ് പോകും. ഈവൻ കുഞ്ഞു കുട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ട്. കൊച്ചു കുട്ടികള് വളരെ റെയർ ആയിട്ടാണ് ചില കുട്ടികൾ തിരിച്ച് നമ്മളോട് ചിരിക്കത്തുള്ളൂ. ചിരിക്കത്തില്ല, കാരണം അവർ ട്രെയിൻഡാണ്. അങ്ങനെ ചിരിച്ചാൽ അവരെന്തോ അവർ ബിലിറ്റിൽഡ് ആവുന്നു എന്ന് പഠിപ്പിച്ചു വെച്ചേക്കുവാണോ എനിക്കറിയില്ല. ഭയങ്കര റോങ് പാരന്റിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിരിയാണല്ലോ ഏറ്റവും വലിയ സന്തോഷമല്ലേ. ഓരോ സിനിമയുടെ വിജയം എന്ന് പറയുന്നത് കയറുന്ന ടിക്കറ്റുകളുടെ കണക്കുകളാണല്ലോ. ഒരു സീരിയലിനെ സംബന്ധിച്ച് ഒരു സീരിയലിന്റെ വിജയത്തെ എണ്ണപ്പെടുന്നത് എങ്ങനെയായിരിക്കും? സീരിയലിൻ്റെ വിജയത്തെ എണ്ണപ്പെടുന്ന റേറ്റിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് ഒരു സീരിയൽ ഇത് പ്രൈം ടൈം എന്ന് പറഞ്ഞൊരു സ്ലോട്ടുണ്ട്. അതായത് ഈവനിങ് ഒരു 7 PM മുതൽ നൈറ്റ് ഒരു 10 PM വരേക്കും അതിൻ്റെ ഉള്ളിൽ വരുന്ന പ്രൈം ടൈമിൽ പ്രോഗ്രാംസിനെല്ലാം റേറ്റിംഗ് എന്ന് പറഞ്ഞൊരു മാർക്കറ്റിംഗ് അവിടെ ഉണ്ട്. ആ റേറ്റിങ്ങിൽ ടോപ്പസ്റ്റ് ആയിട്ട് വരുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നല്ലത്, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ പോകുന്നത്. പക്ഷേ വാല്യൂ ഉള്ള കണ്ടന്റ് നോക്കിയിട്ടല്ല ഈ റേറ്റിംഗ് വരുന്നത്. കണ്ടന്റ് നോക്കിയിട്ടല്ല. അതാ തൊട്ട് മുമ്പേ പറഞ്ഞ സ്ഥിരം കൃഷി, അതായത് ഒരു 10-15 വർഷം മുമ്പേ വന്നു പോയ എലമെന്റ്സും കണ്ടന്റും തന്നെ വേറെ ആർട്ടിസ്റ്റ്, വേറെ കൾച്ചർ, വേറെ ബാക്ക്ഗ്രൗണ്ടിൽ ഇന്നും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് തന്നെയായിരിക്കും റേറ്റിംഗ്. അതിന് തൊട്ട് മുമ്പേ പറഞ്ഞു എല്ലാവർക്കും കാണാൻ ആഗ്രഹം, മറ്റുള്ളവർ വിഷമിക്കുന്നു, സങ്കടപ്പെടുന്നു. ഇപ്പോൾ ഒരു അമ്മായിയമ്മ മരുമോളായിട്ട് കഷ്ടപ്പെടുത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ വന്ന് കയറിയ മരുമോൾ അമ്മായിയമ്മയെ ഒരുപാട് ആ വീട്ടിൽ ദ്രോഹിക്കുകയാണെങ്കിൽ, ഇതിന് രണ്ടിൻ്റെ ഇടയിൽ പെടുന്ന കുറച്ച് അംഗങ്ങൾ ആ വീട്ടിൽ മെമ്പേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ ഇമോഷൻസ് കാണാനായിരിക്കും കുറച്ച് കൂടുതൽ ആഗ്രഹം. അതെ, മലയാളികൾക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ പണ്ട് കണ്ടതാണെങ്കിൽ പോലും അത് റിപ്പീറ്റായിട്ട് വേറെ കൾച്ചറിൽ വന്നാൽ അത് തന്നെ കണ്ടുകൊണ്ടിരിക്കും. നമുക്ക് ആ ഒരു എലമെൻ്റ് ആണ് വേണ്ടത് എന്നുള്ളത് കൊണ്ട് അത് ഏതിലൊക്കെ മുന്നിട്ട് നിൽക്കുന്നോ അതിന് റേറ്റിംഗ് കൂടുതലായിപ്പോൾ. എന്നാൽ നമ്മൾ അതല്ല, കുറച്ച് ക്ലാസിക്കായിട്ട് നല്ല ഒരു പുതിയൊരു സബ്ജക്റ്റ് ത്രെഡും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിന് റേറ്റിംഗ് വൈസ് അത് ടോപ്പ് വരത്തില്ല. അപ്പോൾ അതിനെ കണക്ക് കൂട്ടുന്നത് ആ സീരിയലിൻ്റെ ഗ്രേഡ് മോശം എന്നുള്ള ലെവലിലേക്ക് വരും, ടി ഗ്രേഡ് ആവും, അതിന് ലോങ് റണ്ണും കാണത്തില്ല. ഗൗരി ഒരു സീരിയൽ ആർട്ടിസ്റ്റാണ്, ഡയറക്ടർ അടുത്തുണ്ട്. കാണുന്ന ആൾക്കാർ ഒരുപക്ഷെ ചിന്തിക്കും നിങ്ങൾക്കൊക്കെ എന്തിൻ്റെ കുറവാണ്, പൈസയ്ക്ക് പൈസയുണ്ട്, കാറിന് കാറുണ്ട്, ലക്ഷറി ലൈഫ്, AC ലൈഫ്. ശരിക്കും മറ്റുള്ളവൻ്റെ ഉള്ളെറിഞ്ഞാൽ എല്ലാവരും പാവങ്ങളാണെന്ന് പറയുന്നത് പോലെ തന്നെ
അവിടെ വന്നിരുന്നാലേ ഇതിന്റെ കഷ്ടപ്പാട് അറിയത്തുള്ളൂ അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഏത് ജോലി എടുത്താലും അതിൻ്റെ ഉള്ളിൽ കഷ്ടപ്പെടാതെ നമ്മളിപ്പോൾ ഒരു 500 രൂപയ്ക്ക് 500 രൂപ ശമ്പളം വാങ്ങുന്ന ഒരു ജോലി നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും 650 രൂപയുടെ ജോലി നമ്മൾ ചെയ്താലേ 500 രൂപയുടെ ശമ്പളം നമുക്ക് കിട്ടും, സാലറി നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലാതെ നമുക്ക് ജോലി കുറവും സാലറി കൂടുതലും എന്നുള്ള ഒരു പാറ്റേൺ ഇവിടെ ഇല്ല. നമ്മൾ വർക്ക് കൂടുതലും സാലറി കുറവും എന്നുള്ളതാണ്. അപ്പോൾ ഏത് വർക്ക് നമ്മൾ ചെയ്താലും നമ്മൾ അതിൽ കൂടുതൽ എഫേർട്ടും വർക്കും നമ്മൾ അതിനകത്ത് ചെയ്യണം. അതുപോലെ തന്നെ കുറച്ച് കൂടുതലാണ് ഇത്. കാരണം വെച്ചാൽ പുറമേ നിന്ന് കാണുമ്പോൾ ഒരു ഷോ ഓഫ് കാര്യങ്ങൾ, ഷൂട്ടിങ്, ഡയറക്ഷൻ, ആർട്ടിസ്റ്റ് പെർഫോമൻസ്, ഫെയിം, ഇതെല്ലാം. പക്ഷേ അതിനകത്ത് സ്ട്രഗിൾ ചെയ്യുന്നത് എത്രത്തോളം ഹെവി ആണെന്നുള്ളത് അത് അറിഞ്ഞവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഡയറക്ടേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ രാവിലെ 6:30 മുതൽ എത്ര നേരം വരെ ഷൂട്ട് പോകുന്നു അത്രയും നേരം ഇപ്പോൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം ഞാൻ മനസ്സിലായി സിനിമയേക്കാൾ സീരിയൽ ആർട്ടിസ്റ്റിന്റെ ഡ്യൂറേഷൻ മെയിൻ ഒരു ഘടകമാണ്. ഡ്യൂറേഷൻ തന്നെയാണ് മെയിൻ ഘടകം. അതൊന്നും നേരത്തെ പറയാം, കണ്ടന്റ് ഒരു ഫാക്ടറാണ്, നേരെ പകുതി ഫാക്ടർ ഡ്യൂറേഷൻ എന്നുള്ള. ഒരു ദിവസത്തിൽ നമ്മൾ എത്ര ഷൂട്ട് ചെയ്ത് കയറ്റി, എത്ര ഷൂട്ട് ചെയ്ത് നമ്മൾ മാറ്റി വെച്ചു, ഓരോ എപ്പിസോഡും ഫില്ല് ചെയ്യാൻ നമ്മൾ എത്ര എടുത്തു, ആ ഫുട്ടേജും ഡ്യൂറേഷനും ആണ് നമുക്ക് ഒരു സീരിയലിനെ സംബന്ധിച്ച് കൂടുതലായിട്ട് വേണ്ടത്. അവിടെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു സീനിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു സീനിന് വേണ്ട സംഭവങ്ങൾ, പ്രോപ്പർട്ടീസ് എന്തെങ്കിലും മിസ്സായാൽ കൂടി നമ്മളത് കോംപ്രമൈസ് ചെയ്യണം. പകരം ആ ടൈം വാല്യൂ കണക്കിലെടുത്ത് ഫുട്ടേജിലാണ് നമ്മളത് കയറ്റി വിടേണ്ടത്. ഒരു കമ്പാരിസൺ ഉണ്ടല്ലോ സിനിമയും സീരിയലും. സിനിമ ഒരു 2.5 മണിക്കൂറത്തെ ഇത് എത്ര ദിവസം എടുത്തിട്ടാ ചെയ്യാം. ഇവിടെ എന്റെ അറിവിൽ ഞാൻ 25 സീനൊക്കെ ഒരു ദിവസം ചെയ്തിട്ടുണ്ട്. 25 സീൻ ഒരു ദിവസം ഞാൻ ചെയ്തിട്ടുണ്ട്. അതില് കോസ്റ്റ്യൂം ചേഞ്ച് ഉണ്ടാവും, അത് ഇത് എല്ലാം കൂടെ വന്നിട്ട് ഈ 25 സീൻസ് എടുക്കുമ്പോൾ എവിടെയാണ് ആർക്കാണ് പെർഫെക്ഷൻ നോക്കി നിൽക്കാൻ പറ്റുക. ബട്ട് ഈവൻ സീൻ പോലും വായിക്കാനുള്ള ചില സിറ്റുവേഷൻസ് നമുക്ക് പറ്റിയിട്ടില്ല. വന്ന് നിന്ന് പ്രോംപ്റ്റ് ചെയ്ത് തരുന്ന കേട്ട് പോകാന്നൊരു ഓപ്ഷനേ നമുക്കുള്ളൂ. കാരണം ഇറ്റ്സ് എ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റി. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സീരിയൽ ഒരിക്കലും നിങ്ങൾ സിനിമ എന്ന് പറയുമ്പോൾ അവിടെ കല ഇമ്പോർട്ടൻസ് ഉണ്ട്, ആർട്ടിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. സീരിയൽ ഇസ് നോട്ട് അറ്റ് ഓൾ ആൻ ആർട്ട് ഫോം. ഇതൊരു കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റി. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, സീരിയലിൽ അഭിനയിക്കുന്നവർക്ക് സിനിമ കിട്ടത്തില്ല എന്നൊരു കേട്ടുകേൾവികളുണ്ട്. ശരിക്കും അത് യാഥാർത്ഥ്യമാണോ, കെട്ടുകഥകളാണോ? പെർഫോം ചെയ്യാനും ടാലന്റ് ഉള്ള ആൾക്കാരും കഴിവുള്ളവരും നേരത്തെ പറഞ്ഞ പോലെ ഹോൾഡും ബന്ധങ്ങളുള്ളവരും ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും. ബിജു മേനോൻ സീരിയലിലല്ലേ ആദ്യം ഫസ്റ്റ് ചെയ്തത്. അവിടെ നിന്ന് ഇപ്പം പുള്ളി സിനിമയിലെ ടോപ്പ് ലെവലെത്തിയില്ലേ. ഈ പറഞ്ഞ പോലെ ആശാ ശരത്ത്, അതുപോലെ അമല പോൾ, ലേന, ഒത്തിരി ആൾക്കാരുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ സീരിയലിൽ അഭിനയിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട്, അതൊന്നും മാറ്റി പിടിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. അത് യൂസ്ഡ് ആയതാണ്. നേരത്തെ പറഞ്ഞു ഒരു ദിവസം ഇത്ര സീൻ എടുത്ത് തീരണമെന്നുള്ളപ്പോൾ നമ്മൾ അതിനകത്ത് അഡ്ജസ്റ്റ്മെൻറ്റും കോംപ്രമൈസും ചെയ്യും. അപ്പോൾ ഈ പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റും കുറച്ചൊക്കെ അതിനകത്ത് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും പെർഫോമൻസ് ലെവലിൽ, ടൈം ലിമിറ്റ് ഉള്ളതുകൊണ്ട്. സിനിമയ്ക്ക് അങ്ങനെയല്ല. ഞാനിപ്പോൾ രണ്ടും ചെയ്തിട്ടുണ്ട്, സിനിമയും ചെയ്തിട്ടുണ്ട്, സീരിയലും ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് ചെയ്തില്ല, ഞാൻ ഡയറക്ടർ ജിത്തു ജോസഫിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു. നമ്മുടെ ദൃശ്യം, മെമ്മറീസ്, മൈബോസ്, അതെല്ലാം പുള്ളിയുടെ അസോസിയേറ്റ് ആയിരുന്നു. അപ്പം രണ്ടും ചെയ്തിട്ടുള്ളതുകൊണ്ട് രണ്ടിൻ്റെയും കമ്പാരിസൺ എനിക്ക് നന്നായിട്ട് അറിയാം. അത് അത്രയും ടൈം എടുത്ത് പെർഫെക്ഷനോടുകൂടി ഓരോ ആർട്ടിസ്റ്റിൻ്റെയും മൂഡും അവർ ചെയ്യുന്ന അവരുടെ കയ്യിൽ നിന്ന് ഇടുന്ന കുറച്ച് സംഭവങ്ങളുണ്ടല്ലോ, ഇൻപുട്സുകളുണ്ടല്ലോ, അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, അതിനെ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്ത് നമ്മൾ ഓക്കെ വരട്ടെ, അത് കുറച്ചുകൂടെ നന്നാക്കി ഒരു 3 ടേക്ക് കൂടെ പോയാലും കുറച്ചുകൂടെ നന്നാക്കി ചെയ്യാം എന്നൊക്കെയുള്ള ഒരു ഇൻപുട്ട് അതിനകത്ത് നമ്മൾ എടുക്കും. ഇവിടെയാണെന്നുണ്ടെങ്കിൽ അയ്യോ സമയമില്ല, അടുത്ത 3 സീനും കൂടെ തീർക്കേണ്ട, തൽക്കാലം നമുക്ക് ഇത്രയും മതി എന്നും പറഞ്ഞ് നമ്മൾ ഇതിനകത്ത് കോംപ്രമൈസ് ചെയ്യും. അപ്പോൾ ആർട്ടിസ്റ്റും അതിലേക്ക് ചുരുങ്ങും. അപ്പം ഇത്രയും ചെയ്താൽ മതിയല്ല, അപ്പോൾ അടുത്തതാകുമ്പോഴേക്കും അവർക്കതൊരു ബുദ്ധിമുട്ടാവണ്ട എന്ന് വിചാരിച്ചിട്ട് ഇവർ ഓക്കെ ഇത്രയും മതി എന്ന് പറഞ്ഞിട്ട് ആ ലിമിറ്റിനെ ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ അവരുടെ നിന്ന് ഇങ്ങോട്ടൊരു ഒപ്പീനിയൻ വരാം, കുറച്ചുകൂടെ നന്നാക്കി നമുക്ക് അടുത്തൊരു ടേക്ക് കൂടെ എടുത്ത് നോക്കാം എന്ന് പറഞ്ഞിരുന്നാലും പല ഡയറക്ടേഴ്സും തിരിച്ച് ഓപ്പോസിറ്റ് പറയും, നമുക്ക് കുറച്ച് ടൈമിൻ്റെ സ്ലോട്ട് തന്നെ, അല്ലെങ്കിൽ ഒരു സീനിൻ്റെ ടൈം കൂടെ അവിടെ ഉണ്ട്, ശരി മതി ഇതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് കോംപ്രമൈസിൽ പോകേണ്ട സിറ്റുവേഷനും വന്നിട്ടുണ്ട്. പല കാര്യങ്ങളുണ്ടല്ലേ സീരിയലിൽ. എന്തുകൊണ്ട് ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് അല്ലെ ഇന്ന് എടുത്തു നോക്കിയാലും കോസ്റ്റ്യൂം അവരവരെടുക്കണം? അതെന്താണ് കാരണം? അത് വലിയൊരു മാറ്റം വരേണ്ട. കാരണം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു സീരിയൽ ജൂനിയർ ആർട്ടിസ്റ്റിന് എടുത്താൽ അവന് കിട്ടുന്ന 500 രൂപയായിരിക്കും, അല്ല 1000 രൂപയായിരിക്കും, കറക്റ്റ് കണക്ക് എനിക്കറിയത്തില്ല. അവൻ ആ സീനിന് അഭിനയിക്കാൻ മേടിക്കുന്നതിനാവും 1500 രൂപ. ശരിക്കും അതിനൊരു മാറ്റം വരാത്തത് എന്താണ്? എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളിവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞിട്ടോ ഒന്നും മാറ്റാനും പോകുന്നില്ല. അതെ, എന്നെ സംബന്ധിച്ചാണെങ്കിൽ പൗർണമിത്യങ്ങളിലെ സാരീസ് ഭയങ്കര സാരി ആയിരുന്നു കംപ്ലീറ്റ്. ആ സമയത്ത് കൊളാബും ഇല്ല. ആ സമയത്ത് കൊളാബില്ല. ഇന്നായിരുന്ന ഞാൻ തകർത്തേനെ. പക്ഷെ ഇപ്പം കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കൊളാപ്സ് വരുന്നുണ്ട്. പണ്ടെന്ന് പറയുമ്പോഴത്തേക്കും
എന്നാൽ അതിനനുസരിച്ചൊരു പേയ്മെന്റ് നമുക്ക് കൂട്ടി ചോദിച്ചാൽ അത് നമ്മൾ ഭയങ്കര നമ്മളവിടെ അന്ന് ഇതുപോലെ കുറച്ച് തുടക്ക സമയത്ത് വന്നപ്പോഴേക്കും പോലെ ഡ്രസ്സിൻ്റെ കോഡ് മാറ്റണമെന്ന് പറഞ്ഞു. ഇപ്പോൾ വേറെ പാറ്റേണിലുള്ള കുറച്ച് ഡ്രസ്സ് എടുക്കാൻ പറഞ്ഞു. അപ്പം നമ്മളിരുന്ന് ഡിസ്കസ് ചെയ്തിട്ട് ചാനൽ വൈസ് നമ്മളെല്ലാവരും ഡിസ്കസ് ചെയ്തിട്ട് പറഞ്ഞു. അപ്പോൾ കൺട്രോളർ ഇതുപോലെ വിളിച്ച് പറഞ്ഞു, ജോയി ഒരു ദിവസം ഇതുപോലെ വിളിച്ച് പറഞ്ഞു. ജോസായിരുന്നു കൺട്രോളർ, ജോയിയുടെ ഉണ്ട്. വിളിച്ച് പറഞ്ഞു ഇതുപോലെ കുറച്ച് സാരീസ് വേണമെന്ന് അതുപോലെ ഡയറക്ടർ പറഞ്ഞു. അപ്പോൾ ഏത് ടൈപ്പ് വേണമെന്നുള്ളതൊന്ന് നോക്കിയിട്ട് അയക്കാൻ പറഞ്ഞു. അപ്പോൾ അതുപോലെ ഷോപ്പിൽ ചെന്നിട്ട് ഒരു 7 or 8 ഡിഫറെൻറ്റ് പാറ്റേൺ ഉള്ളത് എടുത്തിട്ട് അയച്ചു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പറഞ്ഞു ഇതെല്ലാം പാറ്റേൺ ഡിഫറെൻ്റ് ആയിട്ടുണ്ട്, പക്ഷേ ഷെയ്ഡ് ഏകദേശം ഒരുപോലെ ഇരിക്കുകയാണ്, കുറച്ചൊന്ന് മാറ്റി പിടിക്കാൻ പറഞ്ഞു, കുറച്ച് വേറെയും കൂടെ എടുക്കാൻ പറഞ്ഞു. ഇത് കൺട്രോളർ നേരെ പുള്ളിക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു, മാറ്റിയെടുക്കാൻ പറഞ്ഞു എന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു. വീണ്ടും ഒരു 4-5 കൂടെ എടുത്തിട്ട് തിരിച്ച് കൺട്രോളർ എന്നോട് വന്ന് പറയുന്നതാണ്, ഇത്രേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ, ഇതിലൊക്കെ കൊണ്ടുവച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ പറയാം, എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ എന്ന് പറയാം. കൺട്രോളർ അടുത്ത് പറഞ്ഞിട്ട് പറയാൻ വേണ്ടി പറഞ്ഞു. പുള്ളി എൻ്റെ അടുത്ത് വന്നു, പക്ഷേ പുള്ളി അത്രയും ഷാർപ്പായിട്ട് എന്നോട് പറഞ്ഞില്ല. അത് ഇത്രയൊക്കെ ഉള്ളൂ, തൽക്കാലം നമുക്ക് ഇത് വെച്ച് ചെയ്യാം, ബാക്കി നമുക്ക് പിന്നീട് വേണമെങ്കിൽ ആ കൊച്ചിനോട് പറഞ്ഞ് നമുക്ക് മാറ്റി എടുപ്പിക്കാം. ഇങ്ങനെ ഒരു വാക്ക് വന്ന് ആ കൊച്ചിനോട് പറഞ്ഞ് നമുക്ക് മാറ്റി എടുപ്പിക്കാം. അപ്പം എനിക്ക് മനസ്സിലായി അവിടെ നിന്ന് ഇങ്ങനെ ഒരു സാധനം അതിനകത്ത് വന്നിട്ടുണ്ട്, ഇത് ഡയറക്ടറിൻ്റെ അടുത്ത് ഇങ്ങനെ എത്താത്തതാണ്. ഞാനൊരു കേസ്, ഇത് ആരോടാ സംസാരിക്കുന്നത്? ഡയറക്ടറിനോടാ? അല്ല, മീൻസ് ഇത്രയും കഥയുണ്ടാക്കിയാലും എന്തൊക്കെ കത്തുന്നത് ഇവിടെ വരും. അതെ, നമുക്കത് അറിയാൻ പറ്റുമല്ലോ ആര് എന്ത് ആസ്പെക്റ്റിലാണ് പറഞ്ഞിട്ടുണ്ടാവും എന്നുള്ളത്. എനിക്ക് മനസ്സിലായി. അപ്പോൾ അത്രേ എന്നെ കൊണ്ട് പറ്റുള്ളൂ, ബാക്കി പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ മാത്രമല്ല തുടക്കത്തിലുള്ള ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും ഞാൻ പറഞ്ഞില്ലേ, ഈ സ്പാർക്കിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത് എന്നെയാണെന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയാം അപ്പം തൽക്കാലം ഇതിങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞു. രണ്ടും വിട്ടു കൊടുക്കത്തില്ല. പക്ഷെ ശബ്ദത്തിൽ കൂടുതൽ ഗൗരി അല്ലേ, ഹൈ സൗണ്ടാ. ആള് ശുദ്ധനാണോ? ഈ പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ലേ, കുതിക്കാനാ. നമ്മൾ മിണ്ടാതിരിക്കും, ക്ഷമിക്കുമല്ലോ, അങ്ങ് അറ്റ ക്ഷമിക്കും. നമുക്ക് ഇതുപോലെ എല്ലാവരെയും ഒരു കുടക്കീഴിൽ കൂട്ടിക്കൊണ്ട് പോയാലല്ലേ പറ്റത്തുള്ളൂ. ഇപ്പം നമ്മുടെ ഇപ്പം ക്ഷമയുടെ കാര്യം പറഞ്ഞപ്പോളേ, പൊട്ടി വീണ് ഒരു തവണ മുളച്ചതൊന്നും അല്ലല്ലോ ഡയറക്ടറിലോട്ടല്ലേ. ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ആൾക്കാർ ആട്ടും തുപ്പും കേട്ട് തന്നെ വന്ന വ്യക്തിയാ. ഓക്കെ, ശരിക്കും ഇന്ന് ഒരുപാട് ആൾക്കാർ, ഞാനിപ്പം സീനിയർ സീരിയൽ ആർട്ടിസ്റ്റുകളെ ഇൻ്റർവ്യൂ എടുത്തൊരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയാം. അവരെ ഇൻ്റർവ്യൂ എടുക്കുമ്പോഴല്ലേ അവർ പറയുന്ന കാര്യം, പണ്ടൊക്കെ ഒരു സെറ്റിൽ ചെന്നാൽ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞൊരു വാക്ക് എല്ലാവരും പറയും, അല്ലെങ്കിൽ ഒന്ന് ചിരിക്കും. ഇത് വേറെ എവിടെന്നെങ്കിലും അറിഞ്ഞിട്ടാണോ പറയുന്നത്? അല്ലല്ലല്ല, കഥയുണ്ടോ?